ദ ആർട്ട് ഓഫ് റേസിംഗ് ഇൻ ദ റെയിൻ. ഈ ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് യൂഷ്വലി തോന്നുന്ന ഒരു കാര്യമാണ് ഇതൊരു റേസിംഗ് സിനിമയാണ് അല്ലെങ്കിൽ മോട്ടോർ സ്പോർട്സ് സിനിമയാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇത് എൻസോ എന്ന് പറയുന്ന ഒരു നായക്കുട്ടിയുടെ കഥയാണ്. ആ ഒരു നായക്കുട്ടിയും അതിൻ്റെ യജമാനായ ഡെന്നിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. അതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെന്നി ഒരു ഒബിയസ്ലി അതൊരു റേസ് കാർ ഡ്രൈവറാണ്. അപ്പം ഒരു സമയത്ത് ഡെന്നി വാങ്ങുന്ന ഒരു നായക്കുട്ടിയുണ്ട്, ഗോൾഡൻ റിട്രീവറാണ് എൻസോ. എൻസോ എന്നുള്ള പേര് എൻസോ ഫെറാറി നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് തൊട്ട് എൻസോയാണ് ഡെന്നിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. എൻസോയെ എല്ലാ റേസിനും കൊണ്ടുപോകുന്നു. എൻസോ എന്ന് പറയുന്ന നായക്കുട്ടി ഭയങ്കര റേസിംഗ് ഫാനാണ്. അതായത് ഡെന്നിയുടെ കൂടെ കൂടി ഭയങ്കര റേസിങ്ങിനോട് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള നായക്കുട്ടിയാണ്. എൻസോ ആണെങ്കിൽ ഡെന്നിയുടെ കൂടെയാണ് എപ്പോഴും നടക്കുന്നതും. ഡെന്നിയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഈ എൻസോയുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എൻസോ നറേറ്റ് ചെയ്യണം. അതായത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻസോ മരിക്കാൻ പോകുന്നൊരു ടൈമിൽ ഡെന്നിയുടെ അടുത്തിരുന്നിട്ട് എൻസോ മനസ്സിൽ ഓർക്കുന്ന കാര്യങ്ങളാണ്, തൻ്റെ ഒരു ലൈഫ് നറേറ്റ് ചെയ്ത് തരികയാണ് നമുക്ക്. അപ്പം എൻസോയുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ഒരു സിനിമ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഡെന്നി ഒരു റേസ് കാർ ഡ്രൈവറാണ്. അങ്ങനെ ഇരിക്കുമ്പം ഈവ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. അവർക്ക് സോയി എന്ന് പറയുന്നൊരു പെൺകുട്ടി ജനിക്കുന്നു. ഇതെല്ലാം എൻസോ കാണുന്നുണ്ട്. എൻസോ ഇതിൻ്റെ എല്ലാം പാർട്ടാണ്. എൻസോ ഇസ് ലൈക്ക് എ ഫാമിലി. എൻസോ ഇവരുടെ ഒരു ഫാമിലി പോലെയാണ്. അത് അങ്ങനെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ പോകുന്നു, ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നു. ആ ഒരു സമയത്ത് ഈ ഈവ് എന്ന് പറയുന്ന ക്യാരക്ടർ വയ്യാതാവുന്നു, ക്യാൻസർ ആവുന്നു. ഒരു സമയമാകുമ്പം ഈവ് മരിച്ചു പോകുന്നു. ഈവ് മരിച്ചു കഴിയുമ്പം ഈവിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. ഈവിൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര റിച്ചാണ്. ഡെന്നി അങ്ങനെയൊന്നുമല്ല. ഡെന്നി ഒരു സാധാ റേസ് കാർ ഡ്രൈവറാണ്. F1 എത്തണം എന്നുള്ള മോഹമായിട്ട് നടക്കുന്നു. പക്ഷേ F1 എത്തിയിട്ടില്ല. അപ്പം ഈ ഈവ് മരിച്ച സമയത്ത് സോയിയെ അവരുടെ കസ്റ്റഡി വേണം എന്നുള്ള കാര്യം അവർ പറയുന്നു. അതായത് ഈ റിച്ച് പേരൻസ് പറയുന്നു സോയി അവരുടെ കൂടെ വേണം. അതായത് സോയിയെ നോക്കാനായിട്ട് ഡെന്നിക്ക് സാധിക്കില്ല എന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നു. അത് സമ്മതിക്കത്തില്ലല്ലോ, എന്തായാലും അത് സമ്മതിക്കില്ല. അത് ഡെന്നി സമ്മതിക്കുന്നില്ല. അവിടെ ഒരു തർക്കം ഉണ്ടാകുന്നു. അവസാനം ഇവർ കേസ് കൊടുക്കുന്നു, ഡെന്നിക്കെതിരെ കേസ് കൊടുക്കുന്നു. ഇവരെ അസാൾട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള സാധനം എഴുതി കൊടുക്കുന്നു. അങ്ങനെ ഈ കസ്റ്റഡി കിട്ടില്ല എന്നുള്ളൊരു സമയമൊക്കെ ആകുമ്പം ഡെന്നി വിചാരിക്കണം എന്നാൽ അവരുടെ ടൈംസിൽ ഒപ്പിട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻസോ ഇതിന് സമ്മതിക്കില്ല. എൻസോ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കടിച്ചു കീറി കളയുന്നു. അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഫൈറ്റ് ചെയ്ത് സോയിയെ ഇവർക്ക് തന്നെ തിരിച്ച് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ എൻസോയ്ക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്നു. പക്ഷേ എൻസോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു, കാലങ്ങൾ കടന്നു പോകുന്നു. എൻസോയ്ക്ക് പ്രായമാകുന്നു. എൻസോ മരിക്കുന്നൊരു സ്റ്റേജിലേക്കാവുന്ന സമയത്ത് എൻസോ പണ്ടെന്നോ കണ്ട ഒരു ഡോക്യുമെൻ്ററിയിലെ കാര്യം ഓർക്കുകയാണ്. ഒരു നായക്കുട്ടിയും അല്ലെങ്കിൽ നായ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അവർ ഒരു മനുഷ്യരായിട്ട് ജനിക്കും എന്നുള്ള സാധനമാണ്. അങ്ങനെ എൻസോ മരിച്ചു പോകുന്നു. എൻസോ മരിക്കുന്നു. അത് കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഡെന്നി ഒരു F1 കാർ ഡ്രൈവറാകുന്നു, ഫെറാറിയിൽ തന്നെ കയറുന്നു. അങ്ങനെ സോയി രണ്ടുപേരെയും കൊണ്ട്, 2 ഫാൻസിനെയും കൊണ്ട് ഡെന്നിയുടെ അടുത്ത് ചെല്ലുന്നു. ഡെന്നിയുടെ ഫാൻസാണെന്ന് പറയുന്നു. അതിൽ 8 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ, 8 വർഷങ്ങൾക്ക് ശേഷമാണ് അത് കാണിക്കുന്നത്. 8 വയസ്സുള്ള കൊച്ചു പയ്യൻ ഡെന്നിയുടെ ഭയങ്കര ഫാനാണ്. ഇതുപോലെ റേസ് കാർ ഡ്രൈവർ ആവണമെന്നാണ് മോഹം എന്ന് പറയുന്നു. അപ്പം ചോദിക്കുന്നു പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എൻസോ എന്ന് പറയുന്നു. ആ കൊച്ചു പയ്യൻ എൻസോ എന്ന് പറയുന്നു. അപ്പം ഡെന്നിക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഡെന്നി പറയുന്നു ഈ പേര് എനിക്ക് എൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിന് എനിക്ക് ഓർമ്മ വന്നു, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് സഹായം ഉണ്ടല്ലോ എന്നെ വിളിച്ചാൽ മതി, ഇവന് പ്രായമാകുന്ന സമയത്ത് ഞാൻ ഇവനെ ഇൻസ്ട്രക്ട് ചെയ്യും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിലാണ് ഈ ഒരു സിനിമ തീരുന്നത്. ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു നായക്കുട്ടി ഇതിൻ്റെ യജമാനും തമ്മിലുള്ള റിലേഷനാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. എന്തൊക്കെ വന്നാലും ആ ഒരു നായക്കുട്ടി യജമാനെ വിട്ടുപോയില്ല. യജമാനു വേണ്ടി എന്തും ചെയ്യാനും തയ്യാറാണ്. യജമാൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യജമാൻ ഫാമിലിയായിട്ട് കാണുന്നൊരു നായക്കുട്ടി യജമാനെ വിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. ആ ഒരു റിലേഷൻ ഒരു ചെറിയ നായക്കുട്ടിയാണെങ്കിൽ അതിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ഒരു സിനിമ. എൻ്റെ സിനിമ പോകുന്നത് അതിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ്. എൻസോ ആണ് ഈ ഒരു സിനിമയെ നറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഒരു നറേഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിനും അതായത് പല സമയത്തും എൻസോയ്ക്ക് പറയണമെന്നുണ്ട് ഡെന്നിയോട് പല കാര്യങ്ങളും. പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് പറയാൻ പറ്റാതെ പോകുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. അത് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന നിസ്സഹായ അവസ്ഥകളും അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു നായക്കുട്ടികൾക്ക്, അതായത് അവർ പ്രതികരിക്കില്ല, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ പലരും സംസാരിക്കുന്നു. അത് ഇവർക്ക് ആ ഒരു സാധനമൊക്കെ അത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എൻസോയും സോയും തമ്മിലുള്ള റിലേഷൻ, അതേപോലെ ഈവ് മരിക്കുന്ന സമയത്ത്
എൻസോയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്, പെയിന്, അതൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ ഫീലിങ്ങും ആ എൻസോയ്ക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത് ഈ ഒരു സിനിമയ്ക്ക് അത് നമ്മളെ കൺവേ ചെയ്യാനായിട്ട് ആ ഒരു പ്രസൻറ്റേഷൻ സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഭയങ്കര ഇമോഷൻസിനെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു സിനിമയാണ് ദ ആർട്ട് ഓഫ് റേസിംഗ് ഇൻ ദ റെയിൻ.